ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റേമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, അഭിഷക്തന്മാർ, പിതാക്കന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 60-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിൻ്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിൻ്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. നമ്മെ രക്ഷിക്കുന്ന ദൈവം, നമുക്ക് ജയം നൽകുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിനെ നമുക്ക് ഉയർത്തുവാൻ സാധിച്ചാൽ നമ്മെ രക്ഷിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. മഹാപരിശുദ്ധനും സ്വർഗീയ നല്ല ദൈവമേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ തകരട്ടെ, യേശുവിൻ്റെ നാമം ഉയരപ്പെടട്ടെ. റീബൽ ഹസ്തം ജിഗനം ഹസ്തം റൂബൽ ഹൗഡം. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിമറച്ചുകൊണ്ട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ എല്ലാ ശക്തികളും മാറട്ടെ, പൈശാചിക ശക്തികൾ തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കും. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ സാത്താനിക ശക്തികൾ, പൈശാചിക കോട്ടകൾ, എല്ലാ അന്ധകാര ശക്തികൾ നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. സത്യമാരാണ്? യേശു ക്രിസ്തുവാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആർക്കും എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോകുവാൻ സാധ്യമല്ല. എനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിൻ്റെ വലങ്കൈ കൊണ്ട് എന്നെ രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഈ വേളയിൽ ഭാരപ്പെടുന്ന, ആരും സഹായിക്കുവാനില്ലെന്ന് ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലമേ, നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ കരം താങ്ങുന്ന ഒരു കർത്താവുണ്ട്. നീ കണ്ണുനീരിൻ്റെ മധ്യയിൽ കടന്നു പോകുമ്പോൾ, പലരും നിന്നെ കണ്ട് കഴിയുമ്പോൾ, പലരും നിന്നെ സഹായിക്കുവാനില്ലാതെ കണ്ണടച്ചു പോകുമ്പോൾ, പലർക്കും നന്മ കൊടുക്കുവാനുണ്ട്, എന്നാൽ കണ്ണടച്ച് പോകുമ്പോൾ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്, അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. നീ ആ കർത്താവിൽ ആശ്രയം വെച്ചാൽ, ആ കർത്താവിൽ വിശ്വാസം വെച്ചാൽ നിന്നെ അവൻ ഉയർത്തുന്ന ദൈവമാണ്. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവരെ വിടുവിക്കപ്പെടണമെന്ന് നിൻ്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. അതേ സങ്കീർത്തനം 118-ൻ്റെ 16-ാം വാക്യം. നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന കരം, നമുക്ക് വേണ്ടി ജയകൊടി നൽകുന്ന ഒരു കർത്താവ്, നമുക്ക് വേണ്ടി ശത്രുവിനെതിരെ പോരടിക്കുന്ന, ശത്രുവിനെതിരെ
ശത്രുവിനെ തകർത്തുകൊണ്ട് നമുക്ക് ജയം നൽകുന്ന, നമുക്ക് വിജയം നൽകുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. സങ്കീർത്തനം 118:15 ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഇന്ന് തകർന്നിരിക്കുന്നവർ, ആശ്വാസമില്ലാത്തവർ, അവിടുത്തെ കരം നിന്നെ ആശ്വസിപ്പിക്കുന്ന കരം, അവിടുത്തെ കരം നിനക്ക് രോഗസൗഖ്യം നൽകുന്ന കരം, അവിടുത്തെ കരം നിൻ്റെ ഏത് വിഷയം അഭിമുഖീകരിക്കുന്നുവോ അതിൻ്റെ മേൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന, അടയാളങ്ങളെ ചെയ്യുന്ന യഹോവയുടെ കരം. ബർത്തിമായിയെപ്പോലെ നിലവിളിക്കുന്ന അനേകരുണ്ട്. ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. കർത്താവേ, എന്നെ സഹായിക്കണമേ. യേശുവേ, എന്നെ വിടുവിക്കണമേ. എൻ്റെ ഈ കഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ആഴമായി ബർത്തിമായിയെപ്പോലെ നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ നിലവിളി സ്വർഗം അറിയുന്നു. അവൻ നിൻ്റെ നിലവിളിക്ക് അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിൻ്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണം. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഭയപ്പെടുന്ന വ്യക്തി ജനമേ, യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാവും. ഞാൻ നിന്നെ സഹായിച്ച് എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് താങ്ങും. കണ്ണുനീരോടെ വിഷമിക്കുന്ന വ്യക്തി ജീവിതമേ, മാതാവേ, നീ തകരുമെന്ന് ദേശനിവാസികൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിനക്ക് ജയം നൽകുന്ന ദൈവമാണ്. ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഞാൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്. ഞാൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. അന്ധലു ശബല ഹടക ഷിയാരഹസ്തിയ നിരാശയുടെ കണ്ണുനീരിലൂടെ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങൾ, നീ തകരുമെന്ന് ശത്രു വെല്ലുവിളിക്കുന്ന അനേക മേഖലകളുണ്ട്. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഒരു ദൂത് നൽകുകയാണ്. നീ തകരുമെന്ന് ശത്രു പറയുമ്പോൾ, മാനുഷിക ശക്തികൾ പറയുമ്പോൾ, നീ ഇല്ലാതായി പോകും, നിൻ്റെ ഭവനം നഷ്ടപ്പെടും, നീ തകർന്നു പോകും, നീ നശിച്ചു പോകുമെന്ന് ശത്രുവും മാനുഷിക ശക്തികളും നിന്നോട് പറയുമ്പോൾ വെല്ലുവിളിക്കുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് നൽകുകയാണ്. നീ തകരുവാൻ, നീ ഇല്ലാതായി പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മെ ഉയർത്തുന്ന ദൈവം, നമ്മെ പുലർത്തുന്ന ദൈവം, നമ്മെ വഴി നടത്തുന്ന ദൈവം. യിരെമ്യാപ്രവചനം അതിൻ്റെ 33:6 ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ സമാധാനമില്ലാതെ വലയുന്നു. നിനക്ക് സമാധാനം പകരുന്ന ദൈവം. നീ രോഗത്തിൽ കഴിയുന്നുവോ, നിനക്ക് രോഗസൗഖ്യവും വിടുതലും നൽകുന്ന ദൈവം. നിന്നെ സത്യത്തിൻ്റെ വഴിയിൽ സമൃദ്ധി നൽകി നിന്നെ വിടുവിക്കുന്ന ദൈവം. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അവൻ നിനക്ക് ജയം നൽകുന്ന ദൈവം. അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവം. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിൻ്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണം. കർത്താവേ, അനേകർക്കിന്ന് അവിടുന്ന് ഉത്തരം നൽകിയതിനാണ്. തകർന്നിരിക്കുന്ന അനേക വ്യക്തികളുണ്ട്, നിരാശപ്പെടുന്ന അനേകരുണ്ട്. ബർത്തിമായെപ്പോലെ നിലവിളിക്കുന്ന പ്രിയ മാതാവേ, നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്, മനുഷ്യന് ചെയ്യുവാൻ പറ്റാത്ത ചില വിഷയത്തിന് മേൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുകയാണ്. ബർത്തിമായെപ്പോലെ രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിച്ച് കരയുന്ന പ്രിയ മാതാവേ, മകളെ, മകനെ, പിതാവേ, അഭിഷക്ത, നീ കരയുന്ന കണ്ണുനീർ സ്വർഗം അറിയുന്നു. അതിൻ്റെ മേൽ അവൻ അത്ഭുതങ്ങളെ ചെയ്തിരിക്കുകയാണ്. നീ ഏത് വിഷയത്തിൽ അഭിമുഖീകരിച്ച് നിലവിളിക്കുന്നുവോ അതിൻ്റെ മേൽ കർത്താവ് പൂർണ്ണമായ വിടുതലും സൗഖ്യവും അതിൻ്റെ മേൽ നിനക്ക് ജയം നൽകിയിരിക്കുകയാണ്.
വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടുന്നതിന് നിൻ്റെ വലം കൈ കൊണ്ട് നീ രക്ഷിച്ചിരിക്കും. ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. നിനക്ക് പ്രിയമുള്ളവരെ വിടുവിക്കപ്പെടേണ്ടതിന് നിൻ്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമുക്ക് പ്രിയമുള്ളവർ, ദൈവത്തിന് പ്രിയമുള്ളവരെ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ആര് നിലവിളിക്കുന്നുവോ, ആര് തകർന്നിരിക്കുന്നുവോ, ആര് സമാധാനമില്ലായിരിക്കുന്നു, അവർക്ക് സമാധാനവും സൗഖ്യവും വിടുതലും. ഫൈനാൻസ് മേഖലകൾ തകർന്നിരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങൾക്ക് കർത്താവ് ചില വാതിലുകളെ തുറന്നിരിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം. ലോക മനുഷ്യൻ പറയും നിനക്കിതിൽ നിന്ന് ജയം നേടുവാൻ സാധിക്കത്തില്ലെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. നീ ആമേന്ന് പറഞ്ഞാൽ നീ അഭിമുഖീകരിക്കുന്ന ചില ഫൈനാൻസ് മേഖലകൾക്ക് ദൈവം ജയം നൽകിയിരിക്കുകയാണ്. അവൻ അന്ധരേഖ ലാധിയ ഔഷാബറാസിയ, അവൻ ഒന്ന് ചെയ്താൽ അത് തടുക്കുവാൻ ആർക്കും സാധ്യമല്ല. അവൻ നിനക്ക് രോഗസൗഖ്യം തന്നാൽ, അവൻ നിനക്ക് വിടുതൽ നൽകിയാൽ, അവൻ നിനക്ക് ഫൈനാൻസ് മേഖലകൾക്ക് വിടുതൽ നൽകിയാൽ, ജോലി മണ്ഡലങ്ങൾ അടഞ്ഞ അവസ്ഥകൾ നിനക്ക് തുറന്നു നൽകിയാൽ അതിനെ തടുക്കുവാൻ ആർക്കും സാധ്യമല്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അന്തര ഷൗഡ റിഗല ഹസ്തിയ. ഇരമ്യാ പ്രവചനം 33:6. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കിയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. നമുക്ക് സമൃദ്ധി നൽകുന്ന ദൈവമാണ്. നമുക്ക് രോഗസൗഖ്യവും ആരോഗ്യവും നൽകുന്ന ദൈവം. ആ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നന്ദിയോടെ കടന്നു വരുന്നു. ഈ വചനമായി നിൽക്കുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കും. ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. അനേകം മണ്ഡലങ്ങളിൽ, അനേക വ്യക്തിമണ്ഡലങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥകൾക്ക് കർത്താവേ, നീ അവിടുന്ന് വചനം അയച്ച് പുതുജീവനും വിടുതലും പുതുവാതിലുകളും രോഗസൗഖ്യവും സ്വർഗം പകർന്നതിനായി, സമാധാനവും അവിടുന്ന് പകർന്നതിനായി, വിസ ഇല്ലാതെ ഭാരപ്പെടുന്നവർക്ക് വിസയടിക്കുവാനും പുതുവാതിലുകൾ, പുതുമേഖലകൾ, അത് ജപ്തിയുടെ അവസ്ഥയിൽ പൈസയില്ലാതെ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം ഫൈനാൻസ് മേഖലകൾ സ്വർഗം തുറന്നതിനായി, ആ സ്വർഗം എല്ലാ മേഖലകളും പുതുവാതിലുകളെ തുറന്നതിനായി ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വചന മുഖാന്തരം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.